കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നെന്താ വെച്ചാൽ, നീതുവിൻ്റെ സാക്ഷ്യം വിശുദ്ധമായി ഇപ്പം നമ്മൾ പത്രം കൊടുക്കുന്നത് തന്നെ വിശുദ്ധമായ ഒരു കാര്യമാണ്. പത്രത്തിൻ്റെ പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകും. ഞങ്ങൾ ആൾക്കാർക്ക്, അയ്യോഭാവികൾക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവർക്കും ആവശ്യമില്ലാതെ വിമർശിക്കാൻ ഇടമുണ്ടാകാതിരിക്കാൻ വേണ്ടി പല എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ്. പത്രത്തിൻ്റെ 10,000 അനുഭവങ്ങൾ നടക്കുന്നുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അല്ല, ഒരു നീതു പത്രം കൊടുക്കാൻ എങ്ങനെയാണെന്നറിയാമോ? നീതു പറയണത്, ഞാൻ ഓരോ പത്രം കൊടുക്കും മുമ്പ് ഞാൻ ഉറപ്പ് വരുത്തും എന്താണ്, അവരെ എനിക്ക് പരിചയമില്ലാത്തവരാണ്, ക്രിസ്തുവിന് പരിചയമില്ലാത്തവരാണെന്ന്. അതാണ് വിഷയം. നീതു കുറച്ച് അടുപ്പമുണ്ട്. കാര്യം സത്യസന്ധമായിട്ടാണ് ചെയ്യണത്. ഒക്കട്ടെ കിട്ടിയ കുട്ടി പോയ ചട്ടി എന്ന് പറഞ്ഞല്ല ചെയ്യണത്. അതാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ ഇത്തിരി സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറയണത്. സ്വപ്നത്തിൽ അവ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അവൾക്ക് തന്നെ സംശയമുണ്ട്. എന്താ സംശയം? അവൾ പറഞ്ഞ എന്താ പറയുക, അത്രയും സാധനമാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കാര്യം PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. PSCയുടെ 400 സ്കൂളുണ്ട് പരീക്ഷയുടെ. അപ്പോൾ ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് ജോലി തരുമെന്ന്, നീ എനിക്ക് തരുമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഒരു കൈയൊപ്പ് ഈ അലോട്ട്മെൻറ്റിൽ ഉണ്ടാകണം. ഇവർക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ അവരുടെ വർക്ക് സത്യസന്ധമാണെങ്കിൽ അവർക്ക് എങ്ങനെയും ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ചിലർക്ക് വാ വിളിക്കുമ്പോൾ തന്നെ വാ മൂടടാന്ന് മാതാവ് പറയും. എന്താ കാര്യം? വർക്ക് സത്യസന്ധമല്ല. അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യണത്. വെയിലത്ത് നിന്ന് പോയി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. അപ്പോൾ മാതാവ് എന്നിട്ട് ഇവക്ക് ഉടമ്പടി വെച്ച വിഷയത്തെക്കുറിച്ച് ഇവർക്ക് സംശയമാണ്. എന്താ കാര്യം? ഞാനത് മാതാവിനോട് പറയണ സംഭവം ശരിയല്ല. തന്നെയല്ല, എന്താ ശരിയല്ലാത്ത വന്ന കാര്യം, കേരളത്തിൽ 400 സ്കൂളിലെ പരീക്ഷാ സെൻ്ററുണ്ട്. ഇപ്പം ഇവിടെ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് ജോലി തരുമെങ്കിൽ നീയാണ് തരണമെന്ന് എനിക്കറിയണം. അതിനെന്ത് ചെയ്യണം? ഞാൻ പഠിച്ച സ്കൂളിൽ പരീക്ഷ വെക്കണമെന്ന്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പരീക്ഷ വെക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും നീ എനിക്ക് ജോലി തരും. തന്നെയല്ല, അപ്പോഴേ ഇവൾ പറയും, ഞാനങ്ങനെ മാതാവിനോട് പറഞ്ഞത് ശരിയല്ല, പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്ന അത്രയും സ്വാതന്ത്ര്യമായ ആളിന്. അതാണ് വിഷയം, അത്രയും സ്വതന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷ വന്നപ്പോൾ എന്ത് ചെയ്ത്, അവൾ പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ വെച്ച്. അതാണ് വിഷയം. അതായത് അവൾ അവസാനം പഠിച്ചിറങ്ങിയ സ്കൂളിൽ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി, അവിടെ തന്നെ അവൾക്ക് പരീക്ഷ വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാനീ പറഞ്ഞ മാതാവിനിങ്ങനെ വട്ടം വരെ വെച്ച് എൻ്റെ തലയിരിക്കണ പരിപാടികളെല്ലാം നേടിയെടുക്കുക, അങ്ങനെയല്ല. ഈ ഒറ്റപ്പെട്ട സംഭവം ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഹൃദയശുദ്ധിയുള്ളവരെങ്ങനെയാണ് ദൈവത്തെ കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവരുടെ ഭാഗം കറക്റ്റാണ്. അവരുടെ ഭാഗം കറക്റ്റായിട്ട് അവർ ചെയ്യണത്. അപ്പോഴും മാതാവ് പറയും, നീ സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ട് പറയും, നീ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തോ, നീ പറയണ കാര്യങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഞാൻ ചെയ്തു തരുമെന്ന്. നീ പറയണ കാര്യങ്ങൾക്കൊരു മാറ്റമില്ല. പിന്നെ പറഞ്ഞിരിക്കണ കുറച്ച് കട്ടിയുള്ള പരിപാടിയാണ്. കാര്യം ഈ പിൻവാതിൽ ഇവന് ഇടയ്ക്ക് ആൾക്കാർ ഉന്തി കയറ്റണതും അവസാന റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാതിരിക്കണതൊക്കെ PSCയുടെ ഒരു ആൾക്കാരുടെ കണ്ണുനീരാണ്. അപ്പോൾ ഇവർ എനിക്കിത് കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല. നീ നോക്കിയേ, മാതാവിനോട് പറയും, നീ നോക്കിയേ, 10 രൂപയാണ് ഞാൻ ഈ പാവപ്പെട്ടവരെ കൊടുക്കണത്. കാര്യം എന്താ? ഞാൻ പോലും വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കണത്, എനിക്ക് വരുമാനമില്ല. അമ്മയോട് അവൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തം അമ്മയോട് സംസാരിക്കണതിനേക്കാളും അമീക്കബിളായിട്ടാണ് സംസാരിക്കണത്. ഞാൻ 10 രൂപയാണ് ആൾക്കാർക്ക് ഈ കാരുണ്യ പ്രവൃത്തിയായിട്ട് വിധവയുടെ ചെല്ലിക്കാശ് പോലെ, വിധവയെന്നൊക്കെയാണ് അവർ പറയണത്, ഒരു വിധവയുടെ ചെല്ലിക്കാശ് പോലെയാണ് ഞാൻ 10 രൂപ കൊടുക്കുന്നത്. അത് വീട്ടിൽ എനിക്ക് ചിലവിന് തന്നത് മിച്ചം പിടിച്ചിട്ടാണ് ഞാൻ 10 രൂപ പാവപ്പെട്ടവരെ കൊടുക്കണത്. പക്ഷെ നീ എനിക്ക് ജോലി തന്നാൽ എനിക്ക് ആരുടെ കയ്യിൽ മുമ്പ് കൈ നീട്ടണ്ട, ഞാൻ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ദാനധർമ്മം ചെയ്യും. അത് നിനക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോലി ഉറപ്പ് വരുത്തണം നീ, എനിക്ക് 1ാം റാങ്ക് വേണമെന്ന് പോരെ. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് ചാപല്യമെന്ന് തോന്നും. അവർ തമ്മിലുള്ള റിലേഷൻസ് വേറെ ലെവലിലാണ് പോണത്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചാപല്യം തോന്നുന്നത്.
നമുക്കതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റാത്ത കാരണം റിലേഷൻസിൻ്റെ പ്രശ്നമാണ്. അവർക്ക് സ്വന്തം അമ്മയോ ആണെന്ന് കണ്ടാൽ അമ്മയോട് എന്തെല്ലാം തോന്നിയ മാസം പറയും. തോന്നിയ മാസം ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരോടാണ് ഇത് പറയണത്? അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയണ കാര്യം തോന്നിയ മാസമാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മളത് ആരോട് പറയണത്? അമ്മയോട് പറയും. വേറെ ആരുടെ അപ്പനോടോ ഭർത്താവിനോടോ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ വേറെ ആരോട് പറയത്തില്ല. മാമക്കളാണെങ്കിലും എന്ത് തോന്നിയ മാസങ്ങളും ചിലപ്പോൾ അമ്മയോട് പറയുമ്പോൾ അവരെ തള്ളേന്ന് വിളിക്കും. അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. തള്ളേന്ന് മരുമകൾ വിളിച്ചാൽ ചിലപ്പോൾ അവളെ വെട്ടിയെടുത്ത് വീട്ടിൽ പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ ആമകൻ വിളിക്കും, തള്ളേ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറയും. പക്ഷെ അവർക്ക് തമ്മിലറിയാം ആ തള്ളയെ വിളിയുടെ ഉള്ളിലുള്ള ഒരു ആന്തരികത, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തോന്നിയ മാസമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും രണ്ടുപേർക്കും പ്രശ്നമില്ല. തള്ളേന്ന് വിളിക്കട്ടെ, അമ്മക്കും പ്രശ്നമില്ല, വിളിച്ച മകൾക്കും പ്രശ്നമില്ല. അപ്പോൾ അത്ര ഒരു ബന്ധമാണത്. ആ ബന്ധത്തിൻ്റെ ഇടയിലാണ് ഇവിടെ പറയുന്നത് എനിക്ക് 1ാം റാങ്ക് വേണമെന്ന് പറയും. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? എന്നിട്ട് പറയും, നീ എനിക്ക് 1ാം റാങ്ക് തന്ന ഞാനൊരു പണി ചെയ്യും. ഞാൻ നിൻ്റെ പടം എടുത്ത് ഫ്ലക്സിൽ വെച്ചിട്ട് തെങ്ങ് വരച്ച് കയറ്റി വെക്കും. നീയാണ് ഇവർ തമ്മിലുള്ള ഡയലോഗ് ഭയങ്കര രസമാണ്. നീ എനിക്ക് 1ാം റാങ്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ നിൻ്റെ പടം പച്ച വെക്കും. കൃപാസനം മാതാവ് നീതുവിന് ചെയ്ത അനുഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ തെങ്ങ് വരച്ച് കെട്ടിയിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയത്തുള്ളൂ എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലെ ഡയലോഗ് ഈ രീതിയിലായത് കൊണ്ട് അമ്മ അവൾക്ക് എന്ത് ചെയ്യും? റിസൾട്ട് വന്നപ്പോൾ കൂട്ടുകാരോട് വിളിച്ച് ചോദിക്കണത്, നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കണത്? നിനക്കാണല്ല 1ാം റാങ്ക് എന്ന്. അതായത് അത് ആ രീതിയിലൊരു ഉടമ്പടിയിലൂടെ അമ്മയുമായിട്ട് ആ ഒരു ബന്ധത്തിലായിരിക്കും. ഇതാണ് ഇത്തരം ജനലക്ഷങ്ങളാണ് കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയണത്. അതുകൊണ്ടാണ് ഓരോരുത്തർ കിടന്ന് കുരക്കുമ്പോൾ ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ മിണ്ടത്തില്ല. എന്താ കാര്യം? കൃപാസനത്തിൻ്റെ ആസ്തി എന്ന് പറയണത് ഇങ്ങനെ അമ്മയുമായി ആത്മബന്ധമുള്ള, അതിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച 10,000 അതിനകത്ത് വന്നിരിക്കണേ, ഇതിനകത്ത് നിലനിൽക്കണത്. അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളിങ്ങനെ അമ്മയെ വട്ടം വരച്ച് ഓരോ കാര്യം സാധിക്കണമെന്നല്ല പറയണതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ബന്ധം എക്സ്ട്രാ, അതായത് നമ്മളൊന്ന് വായിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ 6:10 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അതാ വിഷയം. അതാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര്. വിശുദ്ധമായ കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും അനുഭവം കൈമാറുക, അത് വിശുദ്ധമായ കാര്യമാണ്. അവളത് വിശുദ്ധിയോടെ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ആ കിട്ടുന്ന ആളിന് പ്രയോജനം ഉണ്ടാകണം. കാര്യങ്ങൾ വിശുദ്ധമായി ചെയ്യുന്നവരെ എന്ത് വരുമെന്നാ പറഞ്ഞിരിക്കണത്? വായിച്ച് എന്താ പറഞ്ഞിരിക്കണത്? അവർ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ക്രിസ്തുവിനെ കണ്ടെത്തും എന്നാ പറയണത്. ഈ പറയുന്ന കാര്യം വിശുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവര് രക്ഷ കണ്ടെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തും. അടുത്ത വചനം എന്താ? എന്റെ വചനങ്ങളിൽ എന്ന് പറഞ്ഞ എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ബിയ വിൻസെൻ്റ്. ഇതെൻ്റെ അമ്മയാണ് ബീന വിൻസെൻ്റ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 25-ാം തീയതിയാണ്. അമ്മ അതിനു മുൻപേ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, മാർച്ച് മാസത്തിൽ 2024 ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തിയറി എക്സാം കഴിഞ്ഞ് ഒരു 2 വീക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്.
ആ സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും അമ്മയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ഒരു വണ്ടി, നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി കുറുകെ ചാടി. അപ്പം അതിലിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. സ്കൂട്ടറായിരുന്നു. അപ്പം അമ്മ എൻ്റെ പുറകിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. ഞാൻ വീണില്ല, വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ആ വണ്ടി വെച്ച് തിരിച്ച് അമ്മയെ നോക്കുന്ന സമയം കൊണ്ട് ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും കരങ്ങൾ അമ്മയെ ആ റോഡിൽ നിന്നും പിടിച്ച് എണ്ണയിപ്പിച്ച് നിർത്തിയിരുന്നു. അമ്മയുടെ കയ്യിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അമ്മ മാതാവ് ആ ഉടമ്പടി കാശുരൂപം അമ്മ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായി ഒരു ആപത്തും കൂടാതെ, ഒരു മുറിവുകളും ഇല്ലാതെ പൂർണ്ണമായിട്ടും ആ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അത് ഞാൻ വിശ്വാസത്തോടെ എൻ്റെ കൺമുൻപിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ താമസിക്കില്ല, ഇനി ഞാൻ ഉടമ്പടി ഉടനെ തന്നെ എടുത്തിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. തിയറി എക്സാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഉടമ്പടി കാശുരൂപമൊക്കെ കൊണ്ടാണ് പിന്നീട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നത്. അങ്ങനെ BSc നേഴ്സിങ്ങിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. OBG എന്ന എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, 50 ഷീറ്റുള്ള ബുക്ക്ലെറ്റിൽ വെറും ഏകദേശം 30ഓളം ഷീറ്റുകൾ മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് എക്സാം ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ അന്ന് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഇത് ഫൈനൽ ഇയർ എക്സാമാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പാസ്സാക്കി തരണം. നോട്ട് ബൈ മൈ മെറിറ്റ്, ഒൺലി ബൈ ഗ്രേസ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാനത് പാസ്സാകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകളും എളുപ്പമായിരുന്നു, പക്ഷേ ആ സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മ മാതാവ് എന്നെ എടുത്ത് ഉയർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ തോൽക്കുമോ എന്ന് പോലും പേടിച്ചിരുന്ന OBG എന്ന ആ എക്സാമിനായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലഭിച്ചത്. ബാക്കി 3 സബ്ജക്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ BSc നഴ്സിംഗ് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ OBG എന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് OET പഠിക്കാനായിട്ട് ഞാൻ പോയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഉടമ്പടിയിലാണ്, അപ്പം അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്, ഞാനത് പാസ്സാകും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ക്ലബിംഗ് സ്കോർ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി, കൂടുതൽ ഈശോയോടും അമ്മ മാതാവിനോടും അടുക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ജീവിതത്തിൽ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബിംഗ് സ്കോർ മാത്രം എനിക്ക് ലഭിച്ചത്. UK വേണ്ട റിക്വയർഡ് സ്കോർ അന്ന് എനിക്ക് ലഭിച്ചില്ല. അതിനുശേഷം രണ്ടാമത് ഞാൻ വീണ്ടും OET എഴുതി. അന്ന് എനിക്ക് ഇത്രയും പോലും മാർക്ക് ലഭിച്ചില്ല. വീണ്ടും മൂന്നാമത് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി. അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു. അന്ന് ഞങ്ങൾ എക്സാം എഴുതാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെടും മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ 3ാമത്തെ എക്സാം ഞാൻ എഴുതി. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ ഉപ്പ് വിതറി, ഉടമ്പടി തൈലം ഉപയോഗിച്ച്, തേൻ ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ OET പാസ്സായി. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. OET പാസ്സായതിനു ശേഷം അടുത്തത് CBT എക്സാമാണ്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. വളരെ പ്രയാസകരമായ ഒരു പരീക്ഷ തന്നെയാണത്. ആ സമയത്ത് ഞാൻ എക്സാമിന് എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എക്സാം സെൻറ്റർ ചെറിയതായിട്ടൊന്ന് മാറിപ്പോയി. അങ്ങനെ രാവിലെ 9 മണിക്കാണ് എക്സാം. 8:30 ആയപ്പം എറണാകുളം സിറ്റിയിലെത്തി. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം അന്ന് എക്സാം സെൻറ്റർ മാറിപ്പോയി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു, ഞാനും എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് എക്സാം എഴുതാൻ പോയത്. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിനി എത്ര പരിശ്രമിച്ചാലും 9 മണിക്ക് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റത്തില്ല, എക്സാം ഹാളിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറപ്പാണ്, എൻ്റെ പരിശുദ്ധ ദൈവമാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ എക്സാം ഹാളിൽ എത്തിക്കണേ 9 മണിക്ക് മുമ്പ്. വളരെ തിരക്കുള്ള സമയമാണ് എറണാകുളം ടൗണിലെ രാവിലെ 8:30 എന്ന് പറയുന്ന സമയം. എനിക്കറിഞ്ഞുകൂടാ, അത്ഭുതമെന്ന് പറയട്ടെ, 9 ആകാൻ കൃത്യം 2 മിനിറ്റ് ഉള്ളപ്പം ഞാൻ ആ എക്സാം ഹാളിൽ എത്തുകയും ആ എക്സാം എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു.
OETയും CBT ഒക്കെ പാസ്സായി ഞാൻ ആ സമയത്ത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ വോളണ്ടറി സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തിനാണ് താലൂക്ക് ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നത്, വേറെ എവിടെയെങ്കിലും കയറിക്കോടെ, ഇനിയിപ്പോൾ ആരും UK ആരും ഇപ്പോൾ എടുക്കത്തൊന്നുമില്ല, അവിടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുമ്പോൾ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും അതിനുള്ള പ്രതിഫലം എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ 5:30 മണിയുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീലത്തിരിയിൽ അമ്മ മാതാവ് ഒരു തിരുഹൃദയ രൂപം ഞങ്ങളെ കാണിച്ചു തന്നു. ഇതാണ് ആ തിരുഹൃദയ രൂപം. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്താണ് ഈ അടയാളമെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഓരോ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് OSCE എക്സാം എഴുതാനായിട്ട് UK പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ വിസയും ഒക്കെ റെഡിയായി. ഞാൻ UK എത്തുന്നത് 2025 ജൂൺ 27 ജൂൺ 27 എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് മാസങ്ങൾക്ക് മുൻപേ കാണിച്ചു തന്ന ഈ തിരുഹൃദയം ആ ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ UK എത്തുക എന്നുള്ള അടയാളമായിരുന്നു. അങ്ങനെ UK എത്തി. അവിടുത്തെ UK രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള എക്സാമാണ് OSCE എക്സാം. വളരെ പ്രയാസകരമായ ഒരു എക്സാമാണ്. ഞാൻ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ എക്സാം പാസ്സായി. അതിനുശേഷം UK രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ എനിക്ക് ലഭിച്ചു. പിന്നീട് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. എത്ര ആപ്ലിക്കേഷൻ അയച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ ഞാൻ അവിടെ ഇരുന്ന് അയച്ചു. എല്ലാം റിജക്ഷൻ മാത്രമായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു ആപ്ലിക്കേഷൻ പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂവിന് പോലും എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ UK വെച്ച് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് ഇങ്ങനെ 9 എന്നൊരു നമ്പർ പച്ച മെഴുകുതിരിയിൽ എന്നെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, എന്തോ ഒന്ന് അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് താമസം എടുക്കും എന്നെനിക്കറിയാം. അപ്പം ആ ഒരു താമസത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കും, അതിനുള്ള കൃപ എനിക്ക് ലഭിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂൺ മാസം OSCE എക്സാം എഴുതാൻ പോയ ഞാൻ ഡിസംബർ മാസം തിരിച്ചെത്തി. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു 2025 നമ്മുടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഞാൻ UK ആയിരുന്നതുകൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ UK മാഞ്ചസ്റ്ററിൽ നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് അമ്മ മാതാവ് എനിക്ക് അവസരം തന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ എന്നാണ് ജപമാല റാലി എന്നോ അതിന് ഞാൻ എങ്ങനെ പോകുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഇമേജ് കയറി വന്നതാണ്. മാഞ്ചസ്റ്ററിൽ 2025 നവംബർ 1 അഖണ്ഡ ജപമാല റാലി നടക്കുന്നുണ്ട് എന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എനിക്ക് നാട്ടിൽ വന്ന് ജപമാല റാലിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മാതാവ് എനിക്ക് അവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം തന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. ഇനി നാട്ടിൽ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. കാരണം ആപ്ലിക്കേഷൻസ് എല്ലാം റിജക്ഷൻസ് ആണ്. എല്ലാവരും പറഞ്ഞു, എന്തിനാണ് ഇത്രയും പൈസയൊക്കെ മുടക്കി പോയിട്ടൊന്നും കാര്യമില്ല, ഇനി UK ആരും നഴ്സുമാരും ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും തരുമെന്ന് തന്നെ. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും കയറുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അതിശക്തമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അങ്ങനെ 2026 ഈ ഫെബ്രുവരി മാസം 6 UK നിന്ന് എനിക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ വളരെ പ്രയാസകരമായിരുന്നു. 1/2 മണിക്കൂറോളം അവർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു.
നിർത്താതെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ മാതാവേ, ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്കും മനസ്സിലാവാനുള്ള ഒരു കൃപ എനിക്ക് തരണേന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് ഫെബ്രുവരി 9 അതിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, മാസങ്ങൾക്ക് മുമ്പേ അമ്മ മാതാവ് എനിക്ക് പച്ചമെഴുകുതിരിയിൽ കാണിച്ചു തന്ന 9 എന്ന തീയതി എൻ്റെ റിസൾട്ട് വന്ന ഫെബ്രുവരി 9 അങ്ങനെ ഒരു UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അമ്മ മാതാവ് ഫെബ്രുവരി 9 എന്നെ ഉയർത്തി. ഒരുപാട് പേര് കുറ്റപ്പെടുത്തി, ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി, എന്തിനാണ് പോകുന്നത്, ഇനി അവിടെ ജോലിയൊന്നും കിട്ടത്തില്ല. അങ്ങനെ അല്ല, എനിക്ക് ഉറപ്പായിരുന്നു ഉടമ്പടി എടുത്ത എന്നെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഉയർത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് UK ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ആഴ്ച പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ വന്നു. ഞാൻ ഈ ആഴ്ച UK പോവുകയാണ്. ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി 3 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു, പോകാനുള്ള വിസയും തന്നു. ഈ ആഴ്ച ഞാൻ പോവുകയാണ്. ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും അമ്മ മാതാവിനെ ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ സമയത്ത് സമർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വളരെ പ്രയാസമായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പച്ചമെഴുകുതിരിയും നമ്മുടെ നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് വിതറി, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി, തേൻ കുടിച്ചു. ആ സമയത്ത് ഞാൻ ആ അരമണിക്കൂർ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പച്ച മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ തിരുഹൃദയം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്, എൻ്റെ തിരിയിൽ തിരുഹൃദയം കത്തി തെളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ടെൻഷനിൽ ഞാൻ തിരിയൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ കോൾ കട്ടാക്കി പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം എൻ്റെ മുൻപിൽ ആ പച്ചത്തിരിയിൽ വീണ്ടും തിരുഹൃദയം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ ജോലി എനിക്ക് തന്നെ ഉള്ളതാണ്. എത്ര പേരുണ്ടെങ്കിലും അവരെന്നെ എടുക്കും, എനിക്ക് ഈ ജോലി കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ വീട് പണി ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ആ സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു തടസ്സങ്ങളും പിന്നീട് കൂടാതെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അതിമനോഹരമായ ഒരു ഭവനം പണിതുയർത്താനായിട്ട് ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു വീട് പണി പൂർത്തിയായി ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കണമെന്നുള്ളത്, പുതിയ വീട്ടിൽ നടത്തണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതും സാധിച്ചു. പുതിയ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ചേട്ടൻ്റെ വിവാഹം ഉറപ്പിക്കുവാനും പിന്നീട് അത് നടത്തുവാനും സാധിച്ചു. അതും ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. പിന്നെ അമ്മയുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ സ്കിൻ ഗ്രാഫ്റ്റ് ഒക്കെ ചെയ്തതായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും കാല് കുഴിഞ്ഞ് ഒരു പൊട്ടൽ പോലൊക്കെ ആയായിരുന്നു. അപ്പം മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും അത് കരിയുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് മരുന്നുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കാലിൽ പുരട്ടി എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു മുറിവുണ്ടായിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം അമ്മയ്ക്ക് വേരിക്കോസ് വെയിൻ ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെവിവേദന ഉണ്ടായി. എൻ്റെ റൂംമേറ്റ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം, എപ്പോഴും എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാരണമെന്ന് ഡോക്ടേഴ്സിനും അറിയില്ല, എനിക്കും അറിയില്ല. കൾച്ചർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ ചെവിവേദന ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും ഉടമ്പടി തൈലം തൂത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഒരു കാരണവശാലും ഇനി ആ വേദന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവരുതെന്ന്. അതുപോലെ മറ്റെന്ത് രോഗമായാലും, ഒരു തലവേദന ആയാലും മറ്റെന്ത് രോഗങ്ങളായാലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ നിന്നുള്ള വിടുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർക്കും
ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ തവണ ഞാൻ OET എഴുതുന്നതിന് മുൻപ് ഇവിടെ വന്ന് ജോസഫസിനെ കാണാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പം ഞാൻ വന്ന സമയത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു രാവിലെ. തിരിച്ച് ഞാൻ പള്ളിയിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ടോ എന്ന് നോക്കുന്ന്. മാതാവ് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കത്തേയില്ല. ഞാൻ പള്ളിക്കകത്ത് കയറിയില്ല, അതിനു മുമ്പേ കാശ് രൂപം ഉണ്ടെന്ന് നോക്കുന്ന് എൻ്റെ മനസ്സിലിരുന്ന് അമ്മ മാതാവ് എന്നോട് പറയുകയാണ്. ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ ആ കാശ് രൂപമില്ല. ഞാൻ ഓർത്ത്, മാതാവേ, ആ കാശ് രൂപം നഷ്ടപ്പെട്ടു. പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ OET അതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ആ ഒരു വിചാരത്തോടെയാണ് വരുന്നത്. അപ്പോഴാണ്ട് കയ്യിൽ നിന്ന് കാശ് രൂപവും നഷ്ടപ്പെട്ടു. വീണ്ടും എനിക്ക് ഒരുപാട് നിരാശയായി. ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞു, മാതാവേ, വീണ്ടും നീ എന്നെ ഓരോ പ്രതിസന്ധിയിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ആ കാശ് രൂപ എങ്ങനെയെങ്കിലും തിരികെ തരണം, അത് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ ആ ഹോട്ടലിൽ ചെന്നപ്പോഴും ഞാൻ ഇരുന്ന സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ആ കാശ് രൂപം തിരികെ ലഭിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ, എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. അമ്മ അന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു, നിൻ്റെ അശ്രദ്ധ കാരണമല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നെ അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ കാശ് രൂപം അന്ന് ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് അന്ന് ഞാൻ നോക്കിയതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ആ കാശ് രൂപം തിരികെ കിട്ടിയത്. പിന്നീട് ഞാൻ ഇതുവരെ കാശ് രൂപം താത്തു വെച്ചിട്ടില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ മാതാവിൻ്റെ ജപമാലയും ഈ ഉടമ്പടി കാശ് രൂപമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുതൽക്കൂട്ട്. എന്നെ നയിക്കുന്നത് ഈ പരിശുദ്ധ ജപമാലയും ഈ കാശ് രൂപം തന്നെയാണ്. ആത്മീയ ജീവിതം ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും OET പഠിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഈ വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. നേഴ്സിംഗ് പഠിക്കുമ്പോഴാണെങ്കിലും OET പഠിക്കുമ്പോഴാണെങ്കിലും അതിനുള്ള അവസരം ഈശോയും മാതാവും എനിക്ക് തന്നു. ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുവാനും പരീക്ഷയുള്ള സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും കുർബാന മുടക്കിയിട്ട് ഒരു കാര്യത്തിനും ഞാൻ പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞാനും അമ്മയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും നിരന്തരം പങ്കെടുത്തു വരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം കുറച്ച് അകലെയാണ്. അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള മലങ്കര കത്തോലിക്ക ദേവാലയത്തിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട്, ബൈബിൾ വചനം വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എല്ലാ മാസവും പ്രൊവിഡൻസ് ഹോമിൽ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് നൽകുന്നുണ്ട്. അത് ഞങ്ങളും ഒരു മുടക്കവും കൂടാതെ നൽകി വരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ നൽകി വരുന്നു. വീട്ടിലാണെങ്കിലും സഹായം ചോദിച്ചും ഭക്ഷണം ചോദിച്ചും വസ്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് വീട്ടിൽ വരാറുണ്ട്. വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. കഴിയും വിധത്തിൽ ഈശോയും മാതാവും തന്ന അനുഗ്രഹം എത്രത്തോളമാണോ അതനുസരിച്ച് അവരെ ഓരോരുത്തരെയും സഹായിക്കുവാനുള്ള കൃപ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ നൽകി വരുന്നു. അതുപോലെ തന്നെ എവിടെ യാത്ര പോയാലും ഞങ്ങൾ പൊതിച്ചോറ് കയ്യിലെടുക്കും. അർഹിക്കുന്നവർക്ക് അത് നൽകുവാനായിട്ട് ഉള്ള ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം ഞങ്ങൾ കൂടുതലായിട്ടും പൊതുമേഖലയിലാണ് നൽകുന്നത്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കടകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ മാതാവിനെ പറ്റി പറയുവാനും പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തന്നെ ഈ പത്രം കൊടുക്കുവാനും എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ ഈ പത്രം ലഭിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും ഞങ്ങൾ കൊടുക്കുന്നത്. ഞാൻ UK പോയ സമയത്താണെങ്കിലും ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് അമ്മ മാതാവിനെ പറ്റി ഇതൊരു റിലീജിയസ് ചർച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് ഈശോയും എൻ്റെ അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത്.
നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിക്കുവാനും നമുക്കുള്ളൊരു വലിയ ആയുധമാണ് ഈ ഉടമ്പടി. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ പതറിപ്പോകാം, പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. താഴ്ച നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു ഉയർപ്പുണ്ട്. ഈശോയും മാതാവും നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അതിജീവിക്കാനാണ് നമുക്ക് പ്രയാസം. ആ ഒരു സമയത്തെ അതിജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഇനി എന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ വഴി മറ്റുള്ളവർക്കും ലഭിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ നെയ്ബേഴ്സ് ഒരുപാട് പേരുടെ അമ്മ മാതാവിനെ പറ്റി പറയുവാനും ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേരെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരുന്നതിൽ ഒരാളെങ്കിലും ഒരു ദിവസം ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിരിക്കും. നമ്മൾ ഈ ഇ സി ജി ഒക്കെ എടുക്കുന്ന സമയത്ത് ഉടമ്പടി കാശ് രൂപം അവരുടെ കഴുത്തിൽ നിന്നും ഇങ്ങനെ ഊരുമ്പോൾ അവർ പറയും, മോളെ ഇത് ഇ സി ജി എടുത്തു കഴിയുമ്പം എനിക്ക് ആ കാശ് രൂപം തിരികെ തരണേ, ഇത് ഉടമ്പടി കാശ് രൂപമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മ മാതാവ് അവിടെയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തരിലും അമ്മ മാതാവിനെയും ഈശോയെയും പറ്റി അറിയുവാനും അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഉടമ്പടി എടുത്ത 2 വർഷക്കാലം. ഞാൻ ഈ മാർച്ച് 25 ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷം തികയാണ്. ആ 2 വർഷത്തിന് മുമ്പ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈശോയും അമ്മ മാതാവും എനിക്ക് തന്നു. അത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് അനുദിനം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്കറിയാം, 2 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും സാക്ഷ്യം കേൾക്കുമ്പം എനിക്കും ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ, ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തരണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള ഫലം, അതിനുള്ള അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു.